ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഹംനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പൊറോട്ട കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പത്തിരി ഒന്നും പരത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പൊറോട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ചിക്കൻക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഉപ്പ് മാത്രം, മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഉള്ളി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ നിറമായാൽ മതി. ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ ജീരകപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും മസാലയൊക്കെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായി പിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ചിക്കനും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതാ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 5 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ കഷ്ണമാക്കിയാണ്ട് പിച്ചെടുക്കാം. ഇത് നിങ്ങൾ പിച്ചെടുക്കുമ്പോൾ പരമാവധി കനം കുറച്ച് പിച്ചെടുക്കുക. ഇതിലേക്കുള്ള മുട്ടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിന് ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് 6 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉപ്പും കുരുമുളകും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കുരുമുളകും ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സിയിലേക്ക് നമ്മൾ പിച്ചെടുത്ത പൊറോട്ട മുക്കി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ. നമുക്ക് ചട്ടിപ്പത്തിരി എടുക്കുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കട്ടിയില്ലാതെ വെച്ച് കൊടുക്കണം. പൊറോട്ട പിച്ചെടുത്തത് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വെക്കാനും കനം കുറഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്യാപ്പൊന്നുമില്ലാതെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ലിങ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ പൊറോട്ടൻ്റെ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പൊറോട്ട വെച്ച് കൊടുക്കാം.
പൊറോട്ട വെച്ചെടുക്കുമ്പോൾ എപ്പോഴും മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് വേണം വെച്ചെടുക്കാൻ. കൈ വെച്ചിട്ട് നല്ലോണം എല്ലായിടത്തും ലെവൽ ചെയ്തെടുക്കാം. 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചേക്ക് മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചട്ടിപ്പത്തിരിൻ്റെ സൈഡിലൂടെയും മുകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനാണ്. ഇതിൻ്റെ ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു പാന് നല്ലോണം ചൂടാക്കി അതിന് മുകളിൽ ഇത് അടച്ച് വെച്ച് ആദ്യം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 25-30 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പാനിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പാനിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ടേസ്റ്റിയായ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.